ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മീറ്റർ ബോക്സ് തൊട്ട് ഡി ബി തൊട്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സർക്യൂട്ടുകളും കാര്യങ്ങളും എങ്ങനെയാണ് ഒരു 3 ഫേസ് ഡി ബിയിൽ രണ്ട് നില വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ട ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡി ബി ആണ് കാണുന്നത്. 3 ഫേസിൻ്റെ ഡി ബി ആണ് വെച്ചിരിക്കുന്നത്. 8 വേ ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പോകുന്നതാണ് നമ്മുടെ മീറ്റർ ബോക്സിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. ഈ മീറ്റർ ബോക്സ് നമുക്കൊന്ന് കാണാം. മീറ്റർ ബോക്സാണ് ഈ കാണുന്നത്. മീറ്റർ ബോക്സ് നമ്മൾ കൺസീൽ ചെയ്ത് വെച്ച് 3 ഫേസ് ആണ് വെച്ചിരിക്കുന്നത്. ഇനി ആ പറഞ്ഞിരിക്കുന്ന 2 പൈപ്പ് 1 ഇഞ്ച് പൈപ്പുകൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇതിലൂടെയാണ് നമ്മുടെ KCB ലൈൻ നമ്മുടെ ഡി ബിയിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് ഫ്യൂസ് കാരിയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ സർവീസുകാർ ഇടുന്ന പൈപ്പാണ് ഈ കാണുന്നത്. അതിനുശേഷം സർവീസുകാർ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് താഴേക്ക് ഇട്ടുന്നു. അപ്പോൾ അതിന് ശേഷം താഴെ വരുന്ന 2 എർത്തിന് വേണ്ടിയിട്ടുള്ള 2 പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ എർത്ത് റോഡ് അല്ലെങ്കിൽ എർത്ത് പൈപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിന് വേണ്ടിയിട്ടാണ് 2 പൈപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ബി കഴിഞ്ഞു. ഇനി ഡി ബിയുടെ സ്ഥലത്തേക്ക് വന്നു. ഇനി ഡി ബിയിൽ വരുന്ന പൈപ്പുകൾ നമുക്കൊന്ന് നോക്കാം. എല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മൾ 25 mm പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സർക്യൂട്ടുകൾ സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടോട്ടലി കൊടുത്തിരിക്കുന്ന പൈപ്പ് ഏറ്റവും മുകളിൽ മാത്രം ഏകദേശം 8 പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നു. തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് 6 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 6 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 3 നമുക്ക് താഴത്തെ ഫ്ലോറിലേക്കും ബാക്കി 3 മുകളിലത്തെ ഫ്ലോറിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മുകളിൽ ഒരു ഫസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേണ്ട കണക്ഷൻസും സർക്യൂട്ടും കാര്യങ്ങളെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് 3 പൈപ്പ് മുകളിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. 3 1 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന 3 പൈപ്പുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കിച്ചൻ്റെ സർക്യൂട്ട്, റൂമിൻ്റെ സർക്യൂട്ട്, ഹാളിൻ്റെ സർക്യൂട്ട് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 25 mm പൈപ്പുകൾ നമ്മൾ നേരെ വന്നതിന് ശേഷം ഓരോ റൂമുകളിലേക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് മുകളിലത്തെ ഏരിയ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് 3 പൈപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ 3 പൈപ്പ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വാർക്ക് തുളച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് നമ്മൾ ആ 3 പൈപ്പ് ആ 3 പൈപ്പാണ് നമ്മൾ നേരെ മുകളിലേക്ക് പൊട്ടിക്കിട്ടിരിക്കുന്ന പൈപ്പ് നേരെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അവിടെ ഒരു എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് എക്സ്ട്രാ പ്ലഗിൽ നമ്മളൊരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്തു. ഒരു 6 മൂടിയുടെ ഒരു ബോക്സ് വെച്ചതിന് ശേഷം അവിടെ നിന്ന് 4 പൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 4 പൈപ്പ് 2 സൈഡിലേക്ക് 2 പൈപ്പുകൾ വെച്ച് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് വരുന്ന സർക്യൂട്ടുകൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഏത് സെക്ഷനിലേക്കാണോ പോകേണ്ടത് ആ സെക്ഷനിലേക്ക് 2 സെക്ഷനിലേക്കായിട്ട് പോകുന്നു. റൂം വരുന്നുണ്ടെങ്കിൽ ആ റൂമുകളുടെ ഏരിയയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ പോയിരിക്കുന്ന ഏരിയകളെല്ലാം തന്നെ നമ്മൾ 4x4 PVC ബോക്സാണ് വെച്ചിരിക്കുന്നത്. നമുക്കവിടെ ലൈറ്റുകൾ വരുന്ന ഏരിയകളായതുകൊണ്ട് നമുക്ക് 4x4 PVC ബോക്സ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വയർ വലിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റുകൾ കൊടുക്കാനും സാധിക്കും. ഇതിപ്പോൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് വരുന്ന സിറ്റ് ഔട്ടിൻ്റെ ഏരിയകളിലായതുകൊണ്ട് അവിടെ നിന്നുള്ളൊരു 12 മോഡ്യൂളിൻ്റെ ബോക്സ്, അതിലേക്ക് നമ്മളൊരു പൈപ്പ് നേരെ ഡി ബിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒന്ന്, പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്കൊരു റൂമുണ്ട്. ആ റൂമിലേക്കും പോകുന്ന സർക്യൂട്ട് നമ്മൾ ഈ പറഞ്ഞ ഇപ്പുറത്തെ സൈഡിലേക്ക് 2 പൈപ്പും അപ്പുറത്തെ സൈഡിലേക്ക് 2 പൈപ്പും അങ്ങനെ ടോട്ടൽ 4 പൈപ്പ് നമ്മൾ കൊണ്ടുവന്നത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി 4x4 നിന്ന് അങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4x4 തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് നേരെ അതിൽ നിന്നും ഇപ്പുറത്തെ 4x4ലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ പോയിരിക്കുന്ന ഇപ്പുറത്തെ സെക്ഷനിൽ ഹാളിലെ ഏരിയയിലേക്കാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 3 പൈപ്പ് 2 പൈപ്പ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. അവിടെ നിന്ന് നമ്മൾ 3 പൈപ്പായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ലൈറ്റിൻ്റെ ലീഡും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് 3 പൈപ്പാക്കി മാറ്റി. ആ 3 പൈപ്പ് വരുന്നതിന് ശേഷം നമ്മൾ ഏതാണോ സെക്ഷൻ ആ സെക്ഷനിലേക്ക് നേരെ കയറി ഇറങ്ങി പോകുന്ന രീതിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല നമ്മളിവിടെ ഒരു ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇൻവെർട്ടർ നമ്മൾ പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 4x4 നിന്ന് സെപ്പറേറ്റ് ഒരു പൈപ്പ് നേരെ ഇവിടെ എക്സ്ട്രാ പ്ലഗ് വരുന്നുണ്ട്. അതുവഴി നേരെ ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ തൊട്ടപ്പുറത്ത് ഒരു വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നുണ്ട്. ഔട്ട് സൈഡിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിൽ പുറത്ത് സൈഡിൽ വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മളൊരു മോഡലിൻ്റെ ബോക്സ് വയ്ക്കുന്ന അതിൽ സർക്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവഴിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു 3/4 ഇഞ്ച് പൈപ്പ് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഇൻവെർട്ടർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻവെർട്ടർ നമ്മൾ പുറത്ത് വയ്ക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബാറ്ററി ടൈപ്പ് ഓഫ് ഗ്രിഡോ ഓൺ ഗ്രിഡോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാനലിൽ നിന്ന് അധികം ലെങ്ത്ത് പാടില്ല. അപ്പോൾ നേരെ മുകളിൽ നിന്ന് നമുക്ക് പാനലിൽ നിന്ന് കൂടി വന്നൊരു 3 മീറ്റർ താഴത്തെ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ DC വോൾട്ടേജ് ഒട്ടും ലോസ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുകളിലേക്ക് നമ്മൾ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഈ സെക്ഷനിൽ വരുന്നിരിക്കുന്ന പൈപ്പ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്തേക്കും പോകുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ 4 PVC ബോക്സുകൾ നമ്മൾ കൊടുക്കുന്നത് വയറ് വലിക്കാൻ സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്നാൽ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നീട് അത് മാത്രമല്ല, നമുക്ക് പിന്നീട് സീലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സീലിങ്ങിലൂടെ നമ്മൾ വയറ് വലിക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം തീർക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ 4 PVC ബോക്സിൻ്റെ 4 ഷീറ്റ് വെച്ച് അടച്ച് നമുക്ക് അവിടെ വേണമെങ്കിൽ ലൈറ്റുകൾ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഫാൻസി ലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം, വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. ഈ 4 വെക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് സർക്യൂട്ട് പോകുന്ന ഏരിയകളിൽ നമ്മൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ പൈപ്പിൽ അടിച്ചേറ്റാനുള്ള ചാൻസസ് കൂടുതലാണ്, ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 4 കൊടുത്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വരുന്ന പൈപ്പുകളെല്ലാം ഇവിടെ വന്നതിന് ശേഷം ഈ റൂമിലേക്ക് പോകുന്ന സർക്യൂട്ട് നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ റൂമിലേക്കും വരുന്ന സർക്യൂട്ട് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 4 PVC ബോക്സ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ലൈനിലേക്കും ഡിവൈഡ് ചെയ്ത് പൈപ്പുകളുടെ എണ്ണം കൂട്ടിയും കുറച്ചും ലെവൽ ചെയ്ത് വരുന്നത്. അപ്പോൾ 4 ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലീഡുകൾ കൊണ്ടുപോകുന്നതിനും സർക്യൂട്ട് കൊണ്ടുപോകുന്നതിനും വളരെ സിമ്പിളായിരിക്കും നടക്കും. പിന്നീട് വേണമെങ്കിൽ ഒരു സർക്യൂട്ട് എക്സ്ട്രാ ഒരു AC വെക്കുന്നുണ്ട്, നമ്മൾ റൂമിൽ വെക്കുന്നുണ്ടെങ്കിൽ കൂടി ആ റൂമിൻ്റെ വരുന്ന ACയിലേക്ക് നമ്മൾ സെപ്പറേറ്റ് സർക്യൂട്ട് വലിക്കുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് 4 ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് 1 ഇഞ്ച് പൈപ്പ്, അതായത് 1 ഇഞ്ച് പൈപ്പ് തന്നെ 25 mm കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ അത്യാവശ്യം 20 mm പൈപ്പുകൾ നമുക്ക് അത്യാവശ്യം വരുന്ന ഏരിയകളിൽ ലൈറ്റ് പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ സീലിംഗ് കാര്യങ്ങളൊക്കെ പൊക്കിയിടുന്നുണ്ടെങ്കിൽ നമുക്ക് 20 mm പൈപ്പാണ് കൂടുതൽ ഉത്തമം. നമ്മൾ DBയിലേക്ക് വരുന്ന സർക്യൂട്ടും കാര്യങ്ങളെല്ലാം തന്നെ 25 mm കൊടുക്കുകയാണെങ്കിൽ മാക്സിമം വയറുകൾ നമുക്ക് അതിലൂടെ വലിക്കാൻ സാധിക്കും. അപ്പോൾ വയർ ഒരുപാട് ടൈറ്റ് ആവാതിരിക്കാനും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഉള്ള കറണ്ടും കുറയ്ക്കാൻ സാധിക്കും. ഒരു 25 mm പൈപ്പിൽ നമുക്ക് ആവറേജ് ഒരു 3 റൂമിൻ്റെ സർക്യൂട്ട് വരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അത്യാവശ്യം ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് വരുന്ന സർക്യൂട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. മോട്ടറിൻ്റെ സർക്യൂട്ട്, പവർ സർക്യൂട്ടുകൾ, ഇതെല്ലാം തന്നെ നമുക്ക് 20 mm പൈപ്പ് ഇടുന്നേക്കാൾ നല്ലത് 25 mm പൈപ്പ് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ താഴത്തെ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിലും നമ്മൾ വരുന്ന പൈപ്പുകൾ ഡിവൈഡ് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്കും താഴേക്കും കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, മുകളിലും താഴേക്കും നമുക്ക് DB വഴി അല്ലാതെ സെപ്പറേറ്റ് ഒരു ലിങ്കിങ് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് വരുന്ന ലീഡുകൾ ലൈറ്റിൻ്റെ ഫ്രണ്ടിലെ ഏരിയകളിൽ, വീടിൻ്റെയൊക്കെ ഫ്രണ്ട് ഏരിയകളിൽ വരുന്ന ലൈറ്റിൻ്റെ ലീഡുകൾ നമുക്ക് DB വഴി പോകാതെ നമുക്ക് താഴത്തെ സ്വിച്ച് ബോർഡുകളിൽ കൊടുക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലത്തെ ലൈറ്റ് ചിലപ്പോൾ അത്യാവശ്യം പ്രായമായ ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ താഴെ വന്ന് ഇടുന്നതായിരിക്കും അവർക്ക് കുറച്ചുകൂടി സൗകര്യം. മുകളിലത്തെ ലൈറ്റുകൾ, അതായത് വീടിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റുകൾ മുകളിലത്തെ ആണെങ്കിൽ നമുക്കത് താഴെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് മുകളിൽ നിന്നൊരു ലിങ്കിങ് താഴത്തെ ബോക്സുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, DB വഴി അല്ലാതെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു വീടിൻ്റെ ഫുൾ വയറിങ് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒരു ഈ പറഞ്ഞ രീതിയിൽ ഒരു 10 മിനിറ്റിലോ 15 മിനിറ്റിലോ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുപോലെ തന്നെ വീഡിയോയും ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെ കോംപ്ലിക്കേഷനും അതുപോലെ തന്നെ ലെങ്തി വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളടക്കത്തോടുകൂടി അവതരിപ്പിക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് പാർട്ടായിട്ട് ഓരോ റൂമുകൾ സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റുകൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് മൊത്തം വയറിങ്, ഒരു വീടിൻ്റെ മൊത്തം വയറിങ് നമുക്ക് പാർട്ടായിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്, ഒരു 8 മിനിറ്റുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.